ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സിമ്പിൾ കോയിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതുവരെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു ടെലഗ്രാം ബോട്ടാണ്. ഇതിൻ്റെ ലിങ്ക് നേരത്തെ എനിക്ക് കിട്ടിയപ്പോൾ 1.5 മാസത്തോളമായി. എനിക്കൊന്ന് മെയ് മാസം ഒരു 17-ാം തീയതിയാണ് ഞാനിത് ജോയിൻ ചെയ്തത്. അന്ന് തന്നെ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ടെലഗ്രാമിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള ജെന്യൂൻ പ്രോജക്റ്റുകളെല്ലാം ഞാൻ ബോട്ടല്ല ഇപ്പോൾ ടെലഗ്രാമിലാണ് ഷെയർ ചെയ്യുന്നത്, വീഡിയോ ചെയ്യാറില്ല. എന്താണെന്നുള്ള ഒരു വോയിസും കൂടെ ഞാൻ ഇട്ടേക്കും. അപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് പിന്നീട് അതിൻ്റെ അപ്ഡേറ്റ് വരുന്നതനുസരിച്ചാണ് വീഡിയോസ് ചെയ്യാറ്. അപ്പോൾ സിമ്പിൾ കോയിൻ്റെ അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാം. അടുത്ത ജനുവരിയിലാണ് ഇതിൻ്റെ ലിസ്റ്റിങ്. അപ്പോൾ അതിൻ്റെ വിഡ്രോ പ്രോസസ്സെല്ലാം ഇപ്പോഴേ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ വേറൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ഓക്കെ, ഇതുപോലെ ആയിരിക്കും മെയിൻ പേജ് വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂസ് മൈൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിലിപ്പോൾ എനിക്ക് ഒരു 6,11,000 കോയിൻസോളം ഉണ്ട്. കൂടുതലായിരുന്നു. ഞാൻ ലെവൽ അപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെ ടാപ്പ് ചെയ്യേണ്ടത് കുറവായിരിക്കും. അതിൽ ലെവൽ അപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് കോയിൻസ് കട്ടാകും. അതുപോലെ തന്നെ ഈ ബൂസ്റ്റിങ് ഇത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ കോയിൻസ് കുറേ ഇതിങ്ങനെ കട്ടാകും. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ട് ഇതിലിങ്ങനെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഇനി 5,500 ടോക്കൺസ് ഉണ്ട്. സെക്കൻഡുകളിൽ തന്നെ, ഒരുപാട് ടൈമൊന്നും ടാപ്പ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ ഇത് മൈനസ് ആകും. ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതിനിടയ്ക്ക് തന്നെ മൈനസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഹോം പേജാണ്. ഇതിലിപ്പോൾ വന്നിട്ട് നമുക്ക് ഒരു വീലുണ്ട്, എന്താ പറയുക, സ്പിൻ വീൽ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ കൂടും. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ കയ്യിൽ കോയിൻസ് ടോക്കൺ കൂടുതലുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി, അതല്ലെങ്കിൽ ഇത് വിടുക. ഇത് വന്നിട്ട് ഇപ്പോൾ വിഡ്രോ ഫംഗ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ വന്നിട്ടുള്ള ഈ വീലിൻ്റെ കാര്യം, ഇത് ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്ത് വിടാമെങ്കിൽ നമുക്ക് കുറച്ച് ടോക്കൺസ് കിട്ടും. അപ്പോൾ ഇതിൽ ഒരു ടോക്കൺസും കിട്ടിയില്ല. ഓക്കെ, അൺലക്കിയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ടോക്കൺസ് മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യുക. രണ്ടാമത്തേതാണ് ടാസ്ക് എന്ന് പറയുമ്പോൾ ഇതിൽ വന്നിട്ട് ഈ കാണുന്ന ഈ ടാസ്കുകൾ, ഈ താഴോട്ട് കാണുന്ന ഇത്രയും കംപ്ലീറ്റ് ചെയ്തതാണ്. എനിക്കിനി ഇത്രയും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ, ഷെയർ ടു എക്സ് പോസ്റ്റ്, അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്യുമ്പോൾ 5 ഫ്രണ്ട്, 10 ഫ്രണ്ട്, അങ്ങനെ 25 ഫ്രണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളതാണ് ബൂസ്റ്റ് വന്നിട്ട് ഇതിലിപ്പോൾ ഞാൻ സിമ്പിളിൽ 9 ലെവൽ വരെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൽ നിങ്ങൾക്ക് ലെവൽ അപ്പ് ചെയ്യാം. ഓരോ ലെവലും നിങ്ങൾക്ക് അപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ ഇവിടെ വന്നിട്ട് കോയിൻ പെർ അവർ എനിക്ക് 158 ആണ്. അതുപോലെ തന്നെ ടാപ്പ് ലിമിറ്റ് 5,500. ഇത് ഇത്രയായിട്ടുണ്ട്. കാരണം ഇതിൽ ഞാൻ ഓരോ ലെവൽ അപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട. പിന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എനിക്കൊരു 36 ഓളം ഫ്രണ്ട്സ് ഇൻവൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു 10% പ്രോഫിറ്റ് നമുക്കുണ്ടാകും, നമ്മുടെ ടീം ഇൻവൈറ്റ് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ ഒത്തിരി പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വിഡ്രോ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ വിഡ്രോയുടെ ഈ ഓപ്ഷൻ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. വിഡ്രോയുടെ ഓപ്ഷൻ ഇവിടെ ഓപ്പണായി വരുമ്പോൾ ഇവിടെ വിഡ്രോ കണ്ടീഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നത് മിനിമം ഒരു 20 പേരെങ്കിലും റെഫർ ചെയ്യണം. അതുപോലെ തന്നെ വിഡ്രോ 10% വിഡ്രോ. എല്ലാ 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വിഡ്രോ കിട്ടും. യു മസ്റ്റ് റെസിപ്റ്റ് സിമ്പിൾ കോയിൻ. ഇത് വന്നിട്ട് സിമ്പിൾ ആപ്പ് എന്നിലാണ് വിഡ്രോ കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിമ്പിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പം 20 ഫ്രണ്ട്സിന് ആയവർക്കേ വിഡ്രോ കൊടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങളിത് എന്താ പറയുക, ഇത് അങ്ങ് വിട്ടുകളയണ്ട. കാരണം ഇത് എല്ലാവർക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും വിഡ്രോ കൊടുക്കുമെന്നാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈഗിൾ മൈനിങ് ചെയ്തവർക്കറിയാം. ഈഗിൾ മൈനിങ് ചെയ്തവർക്ക് ആദ്യം വന്നിട്ട് അതിൻ്റെ ടോക്കൺ 1,00,000 ടോക്കണിന് മേളിലുള്ളവർക്കായിരുന്നു വിഡ്രോ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് നമുക്ക് മിനിമം എന്താ പറയുക 10,000 ടോക്കണെങ്കിലും ഉള്ളവർക്ക്, അല്ലെങ്കിൽ മിനിമം 1000 ടോക്കൺ അത്രയെങ്കിലും ഉള്ളവർക്ക് നമുക്ക് വിഡ്രോ കൊടുക്കും. എല്ലാവരുടെ കയ്യിലും 10,000, 20,000, 30,000 ടോക്കൺ ഉണ്ട്. എല്ലാ മാസവും നമുക്ക് വിഡ്രോ കിട്ടുന്നത് പോലെ ഇവരുടെ വിഡ്രോ പിന്നീട് നമുക്ക് ഓപ്പൺ ആക്കി കിട്ടും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും. പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ഈ കാണുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം
നിങ്ങൾ ഏത് ഇമെയിലാണോ അവിടെ നമ്മുടെ അവിടെ കൊടുക്കേണ്ടത് അതേ സെയിം ഇമെയിൽ മാറിപ്പോകാൻ പാടില്ല. രണ്ടും ഒരേ ഇമെയിൽ ആയിരിക്കണം. ഇവിടെ ഇമെയിൽ കൊടുക്കുക. ഇമെയിൽ കൊടുത്തതിന് ശേഷം ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു OTP പോകും. OTP ഇവിടെ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ വെരിഫിക്കേഷൻ ആയി കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞ് കൺട്രി ഇവിടെ കാണും. ഹാവ് എ റെഫറൽ കോഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ ആഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ റെഫറൽ കോഡ് കൊടുത്തിട്ടുണ്ട്. റെഫറൽ കോഡ് കൊടുത്ത് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, റെഫറൽ കോഡ് കൊടുക്കാൻ വിട്ടുപോകരുത്. അപ്പോൾ അത് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് എ പിൻ, ഒരു 4 അക്ക പിൻ ജനറേറ്റ് ചെയ്യണം. വീണ്ടും ഒന്നുകൂടെ കൊടുക്കണം. 2 പ്രാവശ്യം കൊടുത്തതിന് ശേഷം പിന്നെ ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങളുടെ ബയോമെട്രിക് അത് ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾ ആരെങ്കിലും റെഫർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇവിടെ നിങ്ങളുടെ റെഫറൽ കോഡ് ഉണ്ട്. ഈ കാണുന്ന ഇപ്പോൾ ഈ പ്രോസസ്സ് ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ റെഫറൽ കോഡ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. ഇല്ല എങ്കിൽ പിന്നെ ഇതിൽ റെഫറൽ കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട്. അപ്പോൾ റെഫറൽ കോഡ് നിങ്ങൾ ആദ്യമേ നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ വന്നിട്ട് നമ്മുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ മെയിൻ പേജിൽ വന്നിട്ട് പ്രൊഫൈൽ വെരിഫിക്കേഷൻ, വെരിഫൈ യുവർ പ്രൊഫൈൽ എന്ന് പറയുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യുക. ഇവിടെ വന്നിട്ട് 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മുടെ അക്കൗണ്ട് സെക്യൂർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇവിടെ ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വന്നിട്ട് യുവർ വെരിഫൈ ഐഡൻറ്റിറ്റി ഇവിടെ പറയുന്നത് 2 മിനിറ്റ് എടുക്കും. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഒരു ഫേസ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും എല്ലാം കംപ്ലീറ്റ് ആകും. ഓക്കെ, ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് കൊടുക്കേണ്ടത്, നമ്മുടെ സിറ്റിസൺഷിപ്പ് കൺട്രി സെലക്ട് ചെയ്യുക. എവിടെയാണ് താമസിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. നമ്മുടെ സിറ്റി ഏതാണ് ഡിസ്ട്രിക്റ്റ് അത് കൊടുക്കുക. അതിനുശേഷം അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏതാണ് ഡോക്യുമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. നമ്മളെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് വരെ ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് സെൽഫ് എംപ്ലോയി ആണോ, സേവിങ് ആണോ, നിങ്ങൾ ജോലി ചെയ്യുകയാണോ, റിട്ടയർഡ് ആണോ, എന്താണ് നിങ്ങളുടെ ഓപ്ഷൻ അത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ തിരിമറി കാണിക്കുന്ന ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗാംബ്ലിംഗ് ചെയ്യുന്നവരാണോ അത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ അത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ പറയുന്നുണ്ട് സബ്മിറ്റ് ദിസ് ഇൻഫർമേഷൻ SP. അപ്പോൾ ഇവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കൊടുത്തില്ല. ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അത് അടുത്ത് നമുക്ക് ചെയ്യേണ്ടതാണ് ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് നമ്മൾ കയ്യിൽ വേണം. കാരണം ഇതിൽ ഡയറക്റ്റ് ഫോട്ടോ എടുക്കത്തുള്ളൂ. ഇവിടെ ഇതൊരു ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞ് ഒരു സെൽഫി, അത് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുക. ആ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അല്പം ടൈം എടുക്കും. വീണ്ടും വരുന്ന ഇതിൽ വന്നിട്ട് ഇതാണ് ഇന്ത്യൻ സെലക്ട് ചെയ്യുക. ഏതാണ് പാസ്പോർട്ടാണോ അതിൽ ID കാർഡാണോ ഏതാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കും. കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ ഞാൻ റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ പിന്നെ വന്നിട്ട് പേഴ്സണൽ ഇൻഫർമേഷൻ വീണ്ടും ഒന്നുകൂടെ ചോദിക്കണം. കൺട്രി സിറ്റിസൺ എന്ന് പറഞ്ഞത് കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ ആനുവൽ ഇൻകം വലിയൊരു ഇൻകം ഒന്നും കൊടുക്കേണ്ട. അതിൽ ഓപ്ഷൻ വരും. ഒരു 10,000 50,000 എത്രയാണ് നിങ്ങളുടെ ഇൻകം അത് കൊടുക്കുക. പിന്നെ എന്താണ് ആ ഇൻകത്തിൻ്റെ സോഴ്സ്, നിങ്ങൾ സെൽഫ് എംപ്ലോയി ആണോ, നിങ്ങൾ ഗവൺമെൻറ് ജോലിക്കാരനാണോ, എന്താണ് ബിസിനസ്സുകാരനാണോ, എന്താണെന്നുള്ളതിൻ്റെ അതും കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ ഇവിടെ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക. ഓക്കെ, കൂടുതൽ ടെൻഷനാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വലിയ ഒരു ഇതൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ ഒരു ആഡ് ഫയലൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഫയലൊന്നും ആഡ് ചെയ്തിട്ടില്ല. എങ്കിലും എനിക്ക് KYC എല്ലാം വെരിഫൈ ആയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും. അണ്ടർ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ്, അണ്ടർ റിവ്യൂ ഇത് കാണിച്ച് 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകും. മെയിൻ പേജിലേക്ക് മടങ്ങി പോകാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ മെയിൻ പേജ് വരുന്നത്. മെയിൻ പേജിൽ വന്നിട്ട് ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ നോക്കുക. പ്രൊഫൈൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. വെരിഫൈഡ് ആയതിനു ശേഷമാണ് നമ്മുടെ വിഡ്രോ പ്രോസസ്സ് മറ്റു കാര്യങ്ങൾ നോക്കേണ്ടത്. പിന്നെ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽ ഇവിടെ കാണും. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ റെഫറൽ കോഡ് ഇതിനകത്തൊന്നും നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ടൈമിൽ തന്നെ നിങ്ങളുടെ റെഫറൽ കോഡ് നിങ്ങൾ സേവ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നമുക്ക് ആപ്പിലേക്ക് മടങ്ങി പോകാം.
അപ്പോൾ നമ്മൾ ടെലഗ്രാം ബോട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് വിഡ്രോ എന്ന് നോക്കാം. ഏറ്റവും മേളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈലിൻ്റെ ഈ സെക്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇത് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് കാണുന്ന ഇതാണ് കണക്റ്റ് വിത്ത് സിമ്പിൾ. ഈ ആപ്ലിക്കേഷനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ കണക്റ്റ് വിത്ത് സിമ്പിൾ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇതിപ്പോൾ ആൾറെഡി എൻ്റെ ഇതിൽ കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തപ്പോൾ അത് കണക്റ്റായി. അപ്പോൾ നിങ്ങളുടെ ഇമെയിലും എല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ ഇവരുടെ റോഡ് മാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. റോഡ് മാപ്പ് ഇവിടെ വന്നിട്ടുള്ള കോയിൻ റിലീസ്, അതുപോലെ തന്നെ ടാസ്കുകൾ, കളക്റ്റിംഗ് സിമ്പിൾ ആപ്പ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഇനി വന്നിട്ട് ടോക്കൺ, സിമ്പിൾ ടോക്കൺ അനൗൺസ്മെൻറ്റ് വരാനുണ്ട്, പിന്നെ പാർട്ട്ണർഷിപ്പ് വരാനുണ്ട്, പിന്നെ ലിസ്റ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ പകുതി പ്രോസസ്സ് ഇപ്പോൾ ആയിട്ടുണ്ട്, പകുതി ഇനി വരാനുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇവർ ഡെയിലി നമുക്ക് വിഡ്രോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ മടങ്ങിപ്പോയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വിഡ്രോ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വിഡ്രോ ടു സിമ്പിൾ, അത് കഴിഞ്ഞ് ഇവിടെ കാര്യങ്ങൾ എന്തെങ്കിലും ചെക്ക് ചെയ്യണോ FAQ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വിഡ്രോ കണ്ടീഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. മിനിമം 20 റെഫറൽ വേണം. അതുപോലെ തന്നെ വിഡ്രോ എത്രയാണുള്ള അതിൻ്റെ 10 ദിവസം 10% എല്ലാ 24 മണിക്കൂറിൽ വിഡ്രോ കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം മസ്റ്റ് കൺഫേംഡ് സിമ്പിൾ കോയിന് സിമ്പിൾ ആപ്പുമായിട്ടെല്ലാം കണക്റ്റ് ആകണം. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ എനിക്ക് ഇപ്പോൾ 6 ലക്ഷത്തി എത്ര ടോക്കൺസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വിഡ്രോ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ടു ആപ്പ് ഫ്രം ടു ആപ്പ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മാക്സിമം കൊടുക്കുക. അതിനുശേഷം അപ്പോൾ എൻ്റെ 65,692 ഇവിടെ വിഡ്രോ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇവിടെ പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട്. യു ഹാവ് സക്സസ്ഫുള്ളി വിഡ്രോ 65,000. ഇത് ഇവിടെ വന്നിട്ട് ഗോയിറ്റ് എന്ന് കൊടുക്കരുത്. മടങ്ങി നമുക്ക് ആപ്ലിക്കേഷനിലൊന്നുകൂടെ പോകാം. ആപ്ലിക്കേഷനിലേക്ക് മടങ്ങി വരുമ്പോൾ ഇതുപോലെ കാണും. ഒരു ജസ്റ്റ് നമ്മളിതുപോലെ മടങ്ങി വരുമ്പോൾ ഇത് കാണും. ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കളക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. ഇവിടെ കളക്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇത് വന്നിട്ടുണ്ട്. മൈ സിമ്പിൾ കോയിൻ വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ റിട്ടേൺ ഇറങ്ങി നോക്കാം. അപ്പോൾ നേരത്തെ ഇതുവരെയും ഇവിടെ ബിറ്റ് കോയിനും ടെതറും മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ സിമ്പിൾ കോയിൻ നമുക്ക് വാലറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് റെഫറൽ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് വീഡിയോ വിട്ട് കളഞ്ഞിട്ട് പോകരുത്. റെഫറൽ ഇല്ലാത്തവരും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക. നിങ്ങൾക്ക് പിന്നീട് വിഡ്രോ കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ വീഡിയോ നോക്കി നടക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.